എന്റെ അമ്മയുടെ അടുത്ത് ഞാൻ എന്നും വന്ന് കരയായിരുന്നു. ഞാൻ ഒറ്റയ്ക്കായിരുന്നു ഫുഡ് കഴിക്കുന്നത്, എന്നെ കൊണ്ട് തീരെ പറ്റണില്ല, എന്നെ സ്കൂൾ മാറ്റണം തന്നെ കരയായിരുന്നു. നമ്മുടെ ഒരു കളർ വെച്ച് എന്തായാലും ഈ ഫീൽഡ് അധികം നാള്. എന്തായിരുന്നു ആ ഒരു ട്രോമ എന്ന് പറയുന്നത്? ഇത് ബുള്ളിങ് ആയിരുന്നു? വീട്ടിൽ നിന്നുള്ള ബുള്ളി അല്ല ബന്ധുക്കളിൽ നിന്നുള്ളതാണോ? എല്ലായിടത്തും ഉണ്ട്. കാരണം ആദ്യത്തെ എന്തായാലും കളിയാക്കൽ നമ്മുടെ വീട്ടിൽ നിന്നാവും. തമാശക്കായിരിക്കും പറയുന്നത്, പക്ഷെ കുറെ വട്ടം തമാശ കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ തന്നെ രജിസ്റ്റർ ആവും. ഓക്കെ, നമ്മൾ ഇത്രയൊക്കെ ഉള്ളൂ, ഇത്രേ ആവുള്ളൂ. ലൈക്ക് ഇപ്പോൾ എന്നാ പറയുന്നത്, ലൈക്ക് നമ്മുടെ ഒരു കളർ വെച്ച് എന്തായാലും ഈ ഫീൽഡിൽ അധികം നാള് പിടിച്ചിരിക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ ലൈക്ക് വലിയൊരു ഗ്രോത്ത് ഉണ്ടാവില്ല, സോ നീ ഇവിടെ നിന്നിട്ട് കാര്യമില്ല എന്നാണ് ഇപ്പോഴും പറയുന്നത്. അപ്പൊ അതൊക്കെ കേൾക്കുമ്പോ ലൈക്ക് അവിടെ നിന്നാണ് എന്റെ സെൽഫ് ഡൗട്ടിങ് ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. പിന്നെ എന്റെ ഒരു 10th വരെ എനിക്ക് അത്ര വലിയ ഫ്രണ്ട്സ് ഒന്നും ഇല്ലായിരുന്നു. ഞാൻ എന്റെ പല്ലില് ബ്ലേസേഴ്സ് ഒക്കെ ഉണ്ടായിരുന്നു. ആ ഒരു കാരണം കൊണ്ട് എനിക്ക് അത്ര വലിയ ഫ്രണ്ട്സോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. 10th കഴിഞ്ഞപ്പോ തൊട്ടാണ് എനിക്ക് ചെറിയ ചെറിയ ഫ്രണ്ട്സ് സർക്കിൾ തുടങ്ങിയത്. എല്ലാവരും അകറ്റി നിർത്തിയിരുന്നോ? നല്ല രീതിക്ക്. അപ്പോ ലൈക്ക് എന്റെ പ്ലസ് 1 പ്ലസ് 2 ഞാൻ വീട്ടിൽ നിന്ന് കുറച്ച് മാറി, ലൈക്ക് ഒരു 2 ബസ് കയറുന്ന പത്തനംതിട്ട ബോർഡർ ഭാഗത്താണ് ഞാൻ പഠിച്ചത്. അപ്പൊ അവിടെ പോകുമ്പോ എന്റെ അമ്മയുടെ അടുത്ത് ഞാൻ എന്നും വന്ന് കരയായിരുന്നു. ഞാൻ അവിടെ ഒറ്റയ്ക്കേ ഉള്ളൂ, എന്നെ കൊണ്ട് പറ്റത്തില്ല, എനിക്ക് സ്കൂൾ കാരണം ലൈക്ക്. പക്ഷെ ഒരു പ്ലസ് 2 കഴിഞ്ഞ സമയത്താണ് എനിക്ക് പിന്നെ അവിടെ ഫ്രണ്ട്സ് ഉണ്ടായത്. അതുവരെ ഞാൻ എന്നും വന്ന് വീട്ടിൽ കരയായിരുന്നു, എന്നെ കൊണ്ട് പറ്റണില്ല, കാരണം പിള്ളേരൊന്നും മിണ്ടുന്നില്ല, എനിക്ക് ഞാൻ ഒറ്റയ്ക്കായിരുന്നു ഫുഡ് കഴിക്കുന്നത്, എന്നെ കൊണ്ട് തീരെ പറ്റണില്ല, എന്നെ സ്കൂൾ മാറ്റണം എന്ന് ഞാൻ കരയായിരുന്നു. അത് കഴിഞ്ഞ് ബിടെക്കിന് വന്നപ്പോൾ ഞാൻ വിചാരിച്ചു കൊച്ചിയാണ്, എല്ലാവർക്കും ഭയങ്കര ഓപ്പൺ മെന്റാലിറ്റി ആയിരിക്കും, അല്ലെങ്കിൽ ആൾക്കാർക്ക് അങ്ങനെ ചിന്താഗതി ഉണ്ടാകത്തില്ല. പക്ഷെ ഇവിടെ വന്നിട്ട് ഞാൻ ആവശ്യത്തിനധികം കേട്ടിട്ടുണ്ട് ഇങ്ങനെ ലൈക്ക്